കോളർ ലൈനിലുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ഓൺലൈൻ ചോദ്യ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആ, ഓക്കെ. ഹസ്ബൻഡിന്റെ വീട്ടിൽ 7 മക്കളാണ്. ഉപ്പയില്ല, ആ, ഉമ്മയുണ്ട്. ആ, അപ്പൊ ഉപ്പ മരിച്ചുപോയി. ഇപ്പൊ മരിച്ചു പോയിട്ട് ഇപ്പൊ 26-27 വർഷമായി. ആ, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തറവാടിന്റെ പ്രോപ്പർട്ടി 3 ബ്രദേഴ്സാണ്, 4 സഹോദരിമാരുണ്ട്. ഹലോ, ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സഹോദരിമാരൊക്കെ വിവാഹിതരായിരുന്നു, എല്ലാവരും വേറെ പോയി. നിങ്ങളുടെ പ്രോപ്പർട്ടി ഇപ്പം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരുപാടായി ശ്രമിക്കുന്നു. ഒരാള് എതിര് നിൽക്കുന്നു. നമ്മള് എത്ര എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ശരിക്കും സഹോദരന്റെ സഹോദരനാണ് എതിര് നിൽക്കുന്നത്. ശരിക്കും അവരുടെ ഒരു വാശിയല്ല, അവരുടെ വൈഫ് അത് സമ്മതിക്കുന്നു. അപ്പൊ നമ്മള് ഉപ്പാന്റെ സ്വത്തൊക്കെ അവര് കാരണം പറയുന്ന ഉമ്മയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സ്വന്തം കഴിയട്ടെ എന്നൊക്കെയാണ് അത് അവര് വെച്ച് പറയുന്നത്. അങ്ങനെ നമ്മള് മാതാപിതാക്കൾ ഒരുപാട് കാലം അവകാശങ്ങൾക്ക് കൊടുത്ത് വെക്കുന്നതിന്റെ ഇസ്ലാമിക ഉദ്ദേശിക്കായിരുന്നു. ഇതില് നമ്മള് ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അത് തന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്നാണ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അഥവാ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മയും അതുപോലെ തന്നെ 3 സഹോദരന്മാരും 4 സഹോദരിമാരും ജീവിച്ചിരിപ്പുന്നുണ്ട്. അപ്പോൾ സ്വത്ത് ഇപ്പോൾ വിഹിതം വെക്കാനുള്ള ആകെ ഒരു പ്രയാസം എന്നുള്ളത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഉമ്മയുടെ കാലം കൂടി കഴിഞ്ഞതിന് ശേഷം വിഹിതം വെക്കാം എന്നാണ് അതിലൊരാൾ പറയുന്നത്. അതൊരു ഇസ്ലാമികമായി ശരിയാണോ എന്നല്ല ചോദിച്ചത് മൊത്തത്തിൽ. അല്ല, ഇവർക്ക് വേറെയും പ്രോപ്പർട്ടി ഉണ്ട്. ഞാനാണ് എന്റെ ഭർത്താവിന്റെ മകളെ. അപ്പൊ ഞങ്ങള് തറവാട്ടിൽ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ കൂടെ എന്റെ ഭർത്താവ് വേറെ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കണം. പിന്നെ സഹോദരികൾക്കും എങ്ങനെയാണ് തറവാട്ടിൽ നിൽക്കണമെന്നാണ് താല്പര്യം. അതുകൊണ്ട് അവരുടെയും കൂടി ചേർന്ന് എനിക്ക് കണ്ടിട്ട് ഇവിടെ മുന്നോട്ടാണ് മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങളെ ഫോണിന്റെ ലൗഡ് സ്പീക്കർ ഒന്ന് ഓഫ് ആക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഹലോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 2 ജ്യേഷ്ഠന്റെ ഭാര്യമാരും സാധാ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അപ്പൊ അവര് ചെറിയൊരു ഈഗോന്റെ ഒരു പ്രശ്നം അതിലുണ്ട്. പക്ഷെ എന്നാലും നല്ല ഈമാനികമായിട്ട് ബോധവും പിന്നെ സ്നേഹി പ്രസ്ഥാനമൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ളവരുമാണ്. പിന്നെ ഇതേപോലെ കാസറ്റും എപ്പോഴും പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയൊക്കെ പറയുന്നൊക്കെ ആൾക്കാരാണ്. പക്ഷെ അവര് ഈ ഒരു കാര്യം വരുമ്പോ ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറി മാറി ഓരോന്നാണ് പറയുന്നത്. ഒരിക്കൽ പറഞ്ഞത് ഞങ്ങൾ അത് കൊടുക്കൂല, ഞങ്ങൾ അനാഥാലയത്തിന് കൊടുക്കും തറവാട്. പിന്നെ പറഞ്ഞു ഞങ്ങളത് സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല, അവരൊന്ന് നശിച്ചോട്ടെ എത്ര കാലം കഴിഞ്ഞാലും. ഇപ്പൊ ലാസ്റ്റ് അവരൊരു മോളെ കല്യാണം കഴിച്ചു. അപ്പം ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ അവരെ യോജിക്കാത്തതുകൊണ്ട് അവരെ ഞങ്ങൾ ആരും വിവാഹമായിട്ട് ഇതിങ്ങനെ സഹകരിച്ചിട്ടില്ല. അപ്പം മോളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവരൊക്കെ ചോദിച്ചപ്പോ അവരെടുത്തുനിന്ന് പറഞ്ഞത് ഉമ്മ ഉള്ളത് കൊണ്ടാണ് എന്നാണ് അവരോട് പറഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മതനിയമമാണല്ലോ. ഒരിക്കലും തന്നെ മതനിയമത്തെ നമ്മൾ ഒരു വിനോദത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയോ മാറ്റിമറിക്കുകയാണ് എങ്കിൽ അതിലൂടെ വരാനിരിക്കുന്നത് വലിയ ഗൗരവമുള്ള ശിക്ഷകളാണ്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞതാണ്. ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഉടനെ തന്നെ അയാളുടെ സ്വത്ത് അയാളുടെ അവകാശികൾക്ക് വീതം വെച്ച് നൽകേണ്ടതാണ്. എത്ര പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് മരിക്കുന്നത് എങ്കിൽ ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ സ്വത്ത് എന്നതിൽ നിന്ന് അത് മാറി എൻ്റെ അവകാശികളുടെ സ്വത്തായി. അപ്പോൾ എൻ്റെ അവകാശികളുടെ സ്വത്താകുന്നതോടുകൂടി അത് അവർക്ക് ഉപയോഗിക്കുവാൻ അത് തടസ്സമായിക്കൊണ്ട് ആരാണോ നിൽക്കുന്നത് അവരൊക്കെ കുറ്റക്കാരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. കാരണം എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് ഉപയോഗിക്കാൻ എന്തില്ല, അവസരം കിട്ടണില്ല.
എന്നിട്ട് ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കാതെ വർഷങ്ങളോളം ഞാൻ ജീവിച്ച് ഞാൻ മരിച്ചുപോയി, പിന്നെ എൻ്റെ അടുത്ത തലമുറയിലൊക്കെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് ഒരിക്കലും തന്നെ ശരിയല്ല. പിന്നെ മാത്രമല്ല, എൻ്റേതായിരുന്നു സ്വത്ത് എങ്കിൽ ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ ഏതെങ്കിലും ഒരു മക്കൾക്ക് അത് ബാപ്പാൻ്റെ സ്ഥലം ഞാൻ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാനോ അല്ലെങ്കിൽ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പറയാനൊന്നും അവകാശമില്ല. അത് പറയാം. എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഹരി ഞാൻ പള്ളി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ശേഷം അവനവന് കിട്ടുന്ന അതെ എൻ്റെ ഷെയർ ഞാൻ മദ്രസക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഹരിയെക്കുറിച്ച് പറയാം. അതല്ലെങ്കിൽ ബാക്കി സഹോദരന്മാരോടൊക്കെ കൂടി ആലോചിച്ച് നിങ്ങളതൊക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്നല്ലാതെ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തടഞ്ഞു വെക്കാൻ ഒരു ആൾക്കും അവകാശമില്ല. അതിന് മറ്റു നൂലാമാലകളൊന്നും ഇല്ല എങ്കിൽ നിലവിൽ നമ്മുടെ നാട്ടിലെ കോർട്ടിനെ തന്നെ അതിന് പോയി കഴിഞ്ഞാൽ, കോടതി പോയി കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇനി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം സാഹചര്യവും കുടുംബവും ഒക്കെയാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിം പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ സംഘടനാ ഭാരവാഹികളൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളെ ഇടപെടിച്ചുകൊണ്ട് ഇതിലൊരു മധ്യസ്ഥം നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്വത്ത് അവരുടേതായ അവകാശങ്ങൾ അവർക്ക് വീതിച്ച് നൽകുവാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. ഒരിക്കലും തന്നെ സ്വത്ത് വിഹിതം വെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ശരീഅത്ത് പ്രകാരം ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇത് ഞങ്ങള് പള്ളി കമ്മിറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു വഴങ്ങിയിട്ടില്ല. പിന്നെ ഹുസൈൻ സലീം സാഹിബിന്റെ അടുത്ത് എന്റെ ഹസ്ബൻഡ് വാട്സപ്പിലൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്ട് ഇതേ ഒരു അഭിപ്രായം പറഞ്ഞ. പക്ഷെ ഞങ്ങൾ ഇപ്പോ നിലവിൽ ഈ ജ്യേഷ്ഠനുമായിട്ട് പോക്ക് വരവോ ഇല്ല, നോമ്പിന് പോലും വരിക അല്ലെങ്കിൽ പെരുന്നാക്കോ അങ്ങനെ പോക്കോ വലിയ സംസാരമൊന്നുമില്ല. അവരൊരു ഒറ്റപ്പെടുത്തിയ മാതിരിയാണ് എല്ലാവരും ഉള്ളത്. അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പേരിൽ കുടുംബബന്ധം വിച്ഛേദിക്കുവാനോ ബന്ധങ്ങൾ തകർക്കുവാനോ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നൊരു വിഷയമാണ് കുടുംബബന്ധം ചാർത്തുക അല്ലെങ്കിൽ ചേർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത്. കുടുംബബന്ധം ചേർത്തുക എന്ന് പറയുന്നത് നിലവിൽ നല്ല ബന്ധം നിലനിൽക്കുന്ന ആളുകളോട് എപ്പോഴും സലാം പറഞ്ഞ് ചെല്ലുക എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്ന ആളുകളോട് അങ്ങോട്ട് മാന്യമായ രൂപത്തിൽ ബന്ധങ്ങൾ ചേർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ആ ഘട്ടത്തിലും ചെയ്യേണ്ടത്. അപ്പോൾ മതപരമായ നിലക്കുള്ള നടപടികളും മറ്റൊക്കെ നോക്കിയിട്ടും നടക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലീഗലായിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാവുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.